ചെറുപ്പകാലത്തൊക്കെ പല ആളുകൾക്കും പല കുട്ടികൾക്കും പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ്. അല്ലെന്തുണ്ട്, അത് എല്ലായിടത്തുണ്ട് എന്ന രൂപത്തിലാണ്. അബൂ ഹനീഫ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഫിഖ്ഹുൽ അക്ബർ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, മൻ അൻകറ അന്ന അല്ലാഹ ഫിസ് സമാഇ ഫഖദ് കഫറ. ആരെങ്കിലും അല്ലാഹു ആകാശത്താണ് എന്നതിനെ നിഷേധിച്ചു കളഞ്ഞാൽ അവൻ കാഫിറാണ്, അവൻ കുഫ്ർ ചെയ്തവനായി മാറും. അവിടെയാണ് നമ്മുടെ നാട്ടിലുള്ള ചില ആൾക്കാരുടെ ചില സംഘടനകളുടെ നിലപാടൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു എവിടെ എന്നതിനെ കളിയാക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു എവിടെ എന്നതിനെ കളിയാക്കുന്ന ആളുകൾ, അള്ളാഹു ആകാശത്താണ് എന്നത് ശരിയായ വാദമല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ശരിയല്ല. എത്രത്തോളം വെച്ചാൽ കളിയാക്കിയിട്ട് ഈ പറയുന്ന ആളുകൾ പറഞ്ഞു വെക്കുന്നത് അള്ളാഹു എവിടെ എന്നൊരു ലേഖനം എഴുതി. പണ്ട് അള്ളാഹു എവിടെ എന്നൊരു ലേഖനം എഴുതിയപ്പോൾ അതിന് ഒരു വ്യക്തി മറുപടിയായി പറഞ്ഞത്, പുതിയാപ്പിളെ കാണാതായപ്പോൾ അമ്മോശൻ കേസ് കൊടുത്തതുപോലെയാണ്, എവിടെ ഓൻ എവിടെ എന്ന് കേസ് കൊടുത്തതുപോലെയാണ് അള്ളാഹു എവിടെ എന്ന ലേഖനം എന്ന് അദ്ദേഹം കളിയാക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ അതിൽപ്പെട്ട പ്രധാനപ്പെട്ട പണ്ഡിതന്മാരാണ് ചെയ്യുന്നത് അള്ളാഹു ആകാശത്താണെന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ചെറുപ്പകാലത്തൊക്കെ പല ആളുകൾക്കും പല കുട്ടികൾക്കും പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെയാണ്. അല്ലെന്തുണ്ട്, അത് എല്ലായിടത്തുണ്ട് എന്ന രൂപത്തിലാണ്. അപ്പൊ ചെറുപ്പത്തിലെ നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ട വിഷയമാണ് അള്ളാഹു ആകാശത്തിൽ, അള്ളാഹു ഉപരിയിലാണ്, അള്ളാഹു ആകാശത്തിന്റെ മുകളിലാണ്